ഇടുക്കി സൂര്യനെല്ലിയിൽ കാട്ടാനക്കൂട്ടം വീട് തകർത്തു. മറിയക്കുട്ടിയുടെ വീടാണ് കാട്ടാന തകർത്തത്. സംഭവ സമയത്ത് മറിയക്കുട്ടി മകന്റെ വീട്ടിലായിരുന്നതിനാൽ ആളപായമൊന്നും ഉണ്ടായില്ല. ബിനീഷ് ആന്റണി ചേരുന്നു വിവരങ്ങളുമായി. ബിനീഷ്, ഏതായാലും വലിയൊരു അപകടമാണ് ഒഴിവായത് എന്ന് പറയാം. കാരണം ഈ ഒരു മകന്റെ വീട്ടിലായതുകൊണ്ട് തന്നെയാണ് ഈ മറിയക്കുട്ടി എന്ന ആള് രക്ഷപ്പെട്ടത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, തീർച്ചയായിട്ടും മറിയക്കുട്ടി രക്ഷപ്പെട്ടത് തലനാരടയ്ക്ക് എന്ന് വേണം പറയാൻ. കാരണം മകന്റെ വീട്ടിലായിരുന്ന വലിയൊരു അപകടം തന്നെ ഒഴിവായി. ഇന്നലെ രാത്രിയായിരുന്നു ഇത്തരത്തിൽ ഈ കാട്ടാനക്കൂട്ടം മറിയക്കുട്ടിയുടെ വീട്, സുനിലിലെ സിംഗിന്റെ ഭാഗത്തുള്ള മറിയക്കുട്ടിയുടെ വീട് പൂർണ്ണമായും തകർത്തത്. കഴിഞ്ഞ വർഷവും ഇതേ സമയം ഈ കാട്ടാനക്കൂട്ടം മറിയക്കുട്ടിയുടെ വീട് തകർത്തിരുന്നു. ഏതായാലും വീട് പൂർണ്ണമായും തന്നെ നിലംപരിശാക്കി എന്ന് വേണം പറയാൻ. ഏതായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ വ്യാപക പ്രതിഷേധം തന്നെയാണ് ഈ സുരേന്ദ്ര മേഖലയിൽ ഉണ്ടായത്. കാട്ടാന ആക്രമണത്തിൽ ഒരു വീട്ടമ്മ മരിക്കുകയും വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിൽ തന്നെ വനവകുപ്പിനെതിരെ വലിയ വിമർശനങ്ങൾ നാട്ടുകാർ ഉന്നയിച്ചിരുന്നു. ഈ കാട്ടാനയെ കാട്ടിലേക്ക് പൂർണ്ണമായും തുരത്തണമെന്നാവശ്യപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളെല്ലാം തന്നെ നടന്നിരുന്നു. ഏതായാലും ഈ വനവകുപ്പ് ഈ കാട്ടാനക്കൂട്ടത്തെ തുരത്തുന്നുണ്ടെങ്കിലും ഈ കാട്ടാനക്കൂട്ടം വനത്തിന്റെ ഉള്ളിൽ പോയാൽ തന്നെ വീണ്ടും ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് നിലവിലുള്ളത്. ഏതായാലും ഇപ്പോൾ ആറാത്തി സംഘം സ്ഥലത്തെത്തി ഈ കാട്ടാനക്കൂട്ടത്തെ പൂർണ്ണമായും തുരുത്തിയെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും മറിയക്കുട്ടിയുടെ വീട് പൂർണ്ണമായും തന്നെ നശിച്ചിട്ടുണ്ട്. ഏതായാലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അടിയന്തര ധനസഹായം ലഭിക്കണമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ മറിയക്കുട്ടിയുള്ളത്. പൂർണ്ണമായും വീട് തകർന്ന നിലയിൽ തന്നെയാണ് നിലവിലുള്ളത്. ദീപ്തി, ശരി. ഏതായാലും സൂര്യനെല്ലിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. തലനാരിടയ്ക്കാണ് മറിയക്കുട്ടി രക്ഷപ്പെട്ടത്. കാട്ടാനക്കൂട്ടം വീട് തകർക്കുകയായിരുന്നു. എന്തായാലും സംഭവ സമയത്ത് മറിയക്കുട്ടി മകന്റെ വീട്ടിലായിരുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അപായം ഉണ്ടാവാതിരുന്നത്. ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.